ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സൺഡേ വ്ളോഗാണ്. ഞാൻ ഉച്ചത്തെ കുറച്ച് കിച്ചണിലെ വിശേഷങ്ങൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. നമ്മൾ എന്നും അങ്ങനെ ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും ഉണ്ടാക്കാറില്ല. ഞാൻ ഓൾറെഡി വീഡിയോ എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾ കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു, ഇന്നിപ്പോൾ ചിക്കൻ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ അന്നേരം കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കാം. ഒരുപാടായി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ട്. കാരണം ഇവിടെ കൂടുതലും തേങ്ങാച്ചോറൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് നെയ്ച്ചോറ് അങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മസാല പിടിക്കാനായിട്ട് മാറ്റി വെക്കാൻ കേട്ടോ. അപ്പോൾ അതിലോട്ട് ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി ഇത്രയും കുറേശ്ശെയാണ് കേട്ടോ ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കിച്ചണിൽ എന്ത് ജോലിക്ക് ഇറങ്ങിയാലും ഞാൻ പിള്ളേരെയും കൂട്ടാറുണ്ട്. കാരണം ഇപ്പോൾ മുതലേ അവർ നമ്മളെ സഹായിച്ച് ശീലിച്ചിട്ടുണ്ടെങ്കിലാണല്ലോ വലുതാവുമ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ടൊരു മനസ്സുണ്ടാവുള്ളൂ. അപ്പോൾ അവരെ ഞാൻ എന്തിനും വിളിക്കാറൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഹസ്ബൻഡാണെങ്കിലും വന്ന് ചെയ്തൊക്കെ തരും കേട്ടോ. അങ്ങനെ കഴിക്കാൻ മാത്രമായിട്ട് ഇരിക്കുക അങ്ങനെ ഒരു സ്വഭാവമൊന്നും ഇല്ല ഇവിടെ ആർക്കും. ഇനി ഞാൻ അരി വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ജീര റൈസ്, കൈമ റൈസൊക്കെ ഉണ്ടല്ലോ, ചെറിയ അരി, അതാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. എനിക്കതാണ് കൂടുതലായിട്ട് ഇഷ്ടം. അപ്പോൾ അതിന് ശേഷം ഞാൻ സവാളയൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നെയ്ച്ചോറിന് സവാള വേണം, അതുപോലെ തന്നെ ചിക്കൻ കറിക്ക് സാലഡ് ഉണ്ടാക്കാനായിട്ട് ഇത്രയും നമുക്ക് സവാള വേണം. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ ഈ ഒരു സമയത്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ മസാല പിടിച്ചും കിട്ടും, അതുപോലെ തന്നെ അരി നന്നായിട്ട് കുതിർന്നും കിട്ടും കേട്ടോ. പിക്ക നമുക്ക് ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് തന്നെ ഉണ്ട് കേട്ടോ. ഇനി ബാക്കിയും അതുപോലെ തന്നെ എല്ലാം നന്നാക്കാണ്. തക്കാളി, അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഒതുക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇടിക്കലിലിട്ട് ഇടിച്ചു കൊടുക്കും. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിനി അരിയൊക്കെ കഴുകിയിട്ട് വെള്ളം പോകാനായിട്ട് ഒരു പാത്രത്തിലിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്തത് അപ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂറോളമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. ഞാനിവിടെ ചിക്കൻ കറി ഇന്ന് വയ്ക്കുന്നത് ചിക്കൻ വറുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കന് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ്റെ മസാലയൊക്കെ അടി പിടിക്കാതിരിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് നമ്മൾ ആദ്യമേ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. ആ സമയത്ത് നമുക്ക് റൈസൊക്കെ ഒന്ന് എന്താ പറയുക ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ആദ്യം ചേർത്ത് കൊടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ സാലിക്ക് അതൊന്ന് ഇളക്കണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഇളക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ ആദ്യത്തെ റൗണ്ട് ഫ്രൈ ആയിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ഓവറായിട്ടങ്ങ് ഫ്രൈ ചെയ്യാറില്ല കേട്ടോ. കാരണം കുട്ടികൾക്ക് കഴിക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ കുറച്ചേ അങ്ങ് ഫ്രൈ ചെയ്യാറുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് റൈസും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്ത റൈസ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ ആ ഒരു പാനിലോട്ട് ഡാൽഡ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഡാൽഡ സാധാരണ എടുക്കാറില്ല നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഡാൽഡ അവിടെ ഇരുന്നതുകൊണ്ട് ഞാൻ ഡാൽഡ ചേർത്തതേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ നെയ്യ് തന്നെയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അതിലോട്ട് നമ്മൾ ഏലക്ക, പട്ട, ഗ്രാമ്പു, പെരിഞ്ജീരകം, സവാള, പിന്നെ അതുപോലെ തന്നെ ബേ ലീവ്സ് ഉണ്ടല്ലോ, അപ്പോൾ അത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് വെള്ളം, 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് തിളക്കാനായിട്ട് മാറ്റി വെച്ചേക്കാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ സാലഡിനുള്ള സവാള, അതുപോലെ തന്നെ ക്യാരറ്റ്, കുറച്ച് തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുത്തു. എന്നിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് ഞെരടിയിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നേരം മാറ്റി വെക്കുമ്പോൾ സവാളയൊക്കെ നന്നായിട്ട് നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ തൈര് ചേർത്ത് കൊടുക്കുക. ഇവിടെ തൈരാണ് കൂടുതൽ ഇഷ്ടം, അപ്പോൾ അതുകൊണ്ട് തന്നെ തൈരാണ് കൂടുതൽ ഉപയോഗിക്കാറ്. ചില ടൈമിലൊക്കെ നമ്മൾ സുർക്ക, വിനാഗിരിയും ചേർക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനത് അവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെയും ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതും കൂടെയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് വഴന്ന് വന്ന സമയം കൊണ്ട് നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് റൈസിനുള്ളത്. അപ്പോൾ ഞാൻ റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ റൈസ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചു കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നു. അതിലോട്ട് ഞാൻ തക്കാളിയും ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ റൈസ് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ ഞാൻ അതിലോട്ട് നാരങ്ങ പിഴിഞ്ഞ് ചേർക്കാറുണ്ട്, റൈസൊക്കെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തക്കാളിയും നന്നായിട്ട് വഴന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലോട്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ കറിവേപ്പില ഇതുപോലെ ഒരു ചെറിയ കുപ്പിയിൽ ഇട്ട് വെക്കും. എന്നിട്ട് ബാക്കിയുള്ളത് വലിയൊരു കുപ്പിയിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് നാൾ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ ചേർത്തിട്ടുണ്ട്, ബാക്കി ഞാൻ കുറേശ്ശെയാണ് എല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ മസാല, അതുപോലെ തന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം തന്നെ കുറേശ്ശെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നന്നായിട്ട് മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് അത് ഇതുപോലെ ആക്കി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ച് ഒന്നും കൂടി എടുക്കുക. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ റൈസ് ഇളക്കി കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അത് പറയാൻ വിട്ടുപോയി. ഇനി ഏറ്റവും അവസാനമായിട്ട് ഞാൻ നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതും തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില, മല്ലിയില, ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് കുറച്ച് നെയ്യും കൂടെയും ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ നമ്മൾ കഴിക്കാൻ നേരത്താണ് കേട്ടോ ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് തിളപ്പിക്കുകയാണ്. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കും. പിന്നെ നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറിയ തീയിലിരുന്ന് ഇതൊന്ന് വെള്ളമൊക്കെ വറ്റട്ടെ. ഞാൻ ഒരുപാട് ചാറിനല്ല ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഞാൻ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്ത് ചേർക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ മുന്തിരി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ കുറച്ച് സവാളയും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അത് ഞാനൊരു റോസ്റ്റ് ടൈപ്പായിട്ടാണ് എടുത്തേക്കുന്നത്.
അപ്പോൾ ചിക്കൻ കറിയും അതുപോലെ തന്നെ റൈസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാലഡിലേക്കുള്ള തൈര് ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്തിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. തൈര് ഞാൻ എപ്പോഴും നമ്മൾ കഴിക്കുന്നതിന് മുന്നാണ് ഞാൻ ചേർക്കാറ്. അപ്പോൾ നമ്മുടെ റൈസിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. സാലഡ് റെഡിയായി. പിന്നെ ഞാൻ കുറച്ച് പപ്പടം വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അച്ചാറും ഞാൻ കടയിൽ നിന്ന് വാങ്ങിപ്പിച്ചതാണ് കേട്ടോ, വീട്ടിലുണ്ടാക്കിയതല്ല. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാക്കണം. ഒന്നുകിൽ ഞങ്ങൾ മധുരം എന്തെങ്കിലും ഉണ്ടാക്കും, അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും മധുരം വാങ്ങിക്കും ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പഴം ഇരിക്കുന്നുണ്ട്, പഴവും ആപ്പിളും. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചവ്വരി ആദ്യം തന്നെ കുതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതുപോലെ തന്നെ കുറച്ച് കസ്കസും കുതിർത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചവ്വരി ഓൾറെഡി രാവിലെ തന്നെ കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, എന്നാലാണ് നമുക്ക് നന്നായിട്ട് കുതിർത്ത് കിട്ടുള്ളൂ. കസ്കസ് അന്നേരം നമുക്ക് കുതിർത്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് പഴമൊക്കെ ചേർത്ത് കൊടുത്ത് പാലും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ജ്യൂസ് മാതിരി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് പഴം ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ആപ്പിള്, പിന്നെ അതുപോലെ തന്നെ മാതളം പൊമാഗ്രനേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മാതളമൊക്കെ അല്ലെങ്കിൽ ആപ്പിളൊക്കെ കഴിക്കാൻ കൂട്ടാക്കാത്ത പിള്ളേർക്കൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുത്ത് അവർ കഴിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാണ് കൂടുതലും ഞാൻ എന്താ പറയുക ഇൻട്രസ്റ്റ് എടുത്തതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പഴവും അതുപോലെ തന്നെ ആപ്പിളൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. ആപ്പിൾ ഞാൻ 3 ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൽ 2 കൊള്ളില്ലായിരുന്നു. അതിൻ്റെ പുറം കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ആപ്പിളായിരുന്നു കേട്ടോ, പക്ഷെ ഉള്ളിൽ കൊള്ളില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെയും മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് പിസ്തയുടെ ഒരു മിക്സും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ. എന്താ പറയുക ഡിലീഷ്യസ് ഡ്രിങ്ക് അല്ലെങ്കിൽ സ്പെഷ്യൽ ഡ്രിങ്ക് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ പേര് വെച്ചിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. ഞാൻ അതാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കേട്ടോ. അപ്പോൾ എല്ലാം ഫുഡ് റെഡിയൊക്കെ ആയി. ഉച്ച ടൈമിൽ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് എല്ലാവരും ഒന്നിച്ചിരുന്ന് തന്നെയാണ് കേട്ടോ കഴിക്കാറ്. അപ്പോൾ ഇന്ന് ഇക്കായാണ് കേട്ടോ എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി എനിക്ക് വിശന്ന കാരണം ഞാൻ കഴിക്കാനായിട്ട് ഇരുന്ന്. അപ്പോൾ ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇവിടെ സാധാരണ ഇക്കൊക്കെ വിളമ്പി കൊടുത്താലൊക്കെ കഴിക്കുള്ളൂ. പക്ഷെ നമുക്ക് വിശക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കഴിച്ചോളാൻ പറയും. അപ്പോൾ ഇന്ന് ഏതായാലും മിക്കായാണ് എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുക്കുന്നത്. ഉമ്മച്ചി വന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മച്ചിക്കും വാപ്പായും ഒക്കെ അപ്പുറം ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ മധുരമൊക്കെ കഴിക്കുന്നത്. അപ്പം തന്നെ കഴിക്കുകയൊന്നുമില്ല. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ഓക്കെ ബൈ. താങ്ക് യു.